ഹായ് ഗേയ്സ്, റൺ ബേബി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. വലിയ മീൻ, തളമീൻ എന്നാണ് എൻ്റെ പേര്. നല്ല ടേസ്റ്റിയുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1.5 കിലോ മീൻ, വലിയ മീൻ, ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു 5-6 കുഞ്ഞുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത്രയുമാണ് മീൻകറിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉള്ളിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാകാൻ വെക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുഞ്ഞുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയതായിട്ട് ബ്രൗൺ കളറായാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്തു വെക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുകൊണ്ടാണ് അത്ര മുളക് പൊടി എടുത്ത് അതൊരിച്ചിരി പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. കുഴച്ചില്ലെങ്കിലും വെള്ളം ഒഴിച്ചാലും മതി. ഇപ്പം നമ്മുടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ടേസ്റ്റ് വളരെ വ്യത്യാസം വരും. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി നന്നായിട്ട് എണ്ണ തെളിയുന്ന പോലെ ഇളക്കണം. ഇപ്പം നമ്മുടേത് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആ പുളിയുടെ വെള്ളവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കാം. ഇപ്പം നമ്മുടെ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളങ്ങൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കിയും കൊടുക്കണം. മീനിൽ മുളകും ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിക്കണം. അതുവരെ ഒരു 5-6 തിളയ്ക്കണം. എന്നാലേ മീനൊക്കെ ഒന്ന് വെന്ത് വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒരു നല്ല അടിപൊളി ഒരു മീൻ കറി ആകത്തുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആർക്കും ഉണ്ടാക്കാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാവുന്നതായിരിക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനത്തെ ഇപ്പം നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് കുറച്ചൊഴിച്ച് കൊടുക്കാം. അത് നല്ലൊരു ഇത് കിട്ടുന്നതാണ്. കൊഴുപ്പിൻ്റെ ഇതിൻ്റെയും ഒരു എണ്ണയുടെ മയമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മീൻകറി ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. നോക്കിക്കുക, അടിപൊളി ഒരു മീൻകറി. കാണുമ്പോൾ തന്നെ വായി വെള്ളൂറും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ റൺ ബേബി യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.